അപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണ് ആക്റ്റീവ് കോൺഫിഗറേഷൻ, അതുപോലെ എന്താണ് കാൻഡിഡേറ്റ് കോൺഫിഗറേഷൻ എന്നുള്ളതാണ്. ഫസ്റ്റ് തന്നെ ഡിവൈസിൽ ലോഗിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ആക്റ്റീവ് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ കറൻ്റ്ലി ഒരു ഡിവൈസ് ബൂട്ടായി വരുമ്പോൾ അതിലുള്ള കോൺഫിഗറേഷനാണ് ആക്റ്റീവ് കോൺഫിഗറേഷൻ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ സ്വിച്ചിൻ്റെ ഹോസ്റ്റ് നെയിം, അതുപോലെ ഇപ്പോൾ ഈ സ്വിച്ചിൽ കറൻ്റ്ലി ഉള്ള കോൺഫിഗറേഷൻ, ഇതാണ് ആക്റ്റീവ് കോൺഫിഗറേഷൻ. അതുപോലെ കാൻഡിഡേറ്റ് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ ഈ ആക്റ്റീവ് കോൺഫിഗറേഷൻ്റെ ഒരു കോപ്പി, അതായത് ഒരു കോപ്പി എടുത്ത് വെക്കും, അതിനാണ് കാൻഡിഡേറ്റ് കോൺഫിഗറേഷൻ എന്ന് പറയുക. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ സ്വിച്ചിൻ്റെ ഹോസ്റ്റ് നെയിമാണ് ഈ സ്വിച്ച് 1 എന്നുള്ളത്, അതിപ്പോൾ ആക്റ്റീവ് കോൺഫിഗറേഷനാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കോപ്പി ഓൾറെഡി ഉണ്ടാവും, അപ്പോൾ അതിനെയാണ് കാൻഡിഡേറ്റ് കോൺഫിഗറേഷൻ എന്ന് പറയുക. അപ്പോൾ ഞാൻ ഈ കാൻഡിഡേറ്റ് കോൺഫിഗറേഷൻ എപ്പോഴും ആക്റ്റീവ് ആകുകയെന്ന് വെച്ചാൽ നമ്മൾ കമ്മിറ്റ് കൊടുത്തതിന് ശേഷം മാത്രമേ അത് ആക്റ്റീവ് കോൺഫിഗറേഷൻ ആവുള്ളൂ, അതുവരെ അത് കാൻഡിഡേറ്റ് കോൺഫിഗറേഷനാണ്. അപ്പോൾ ഞാനിവിടെ ഈ സ്വിച്ചിൻ്റെ ഹോസ്റ്റ് നെയിം ചേഞ്ച് ചെയ്യുന്നുണ്ട്. സെറ്റ് സിസ്റ്റം ഹോസ്റ്റ് നെയിം. ഓക്കെ, സ്വിച്ചിൻ്റെ ഹോസ്റ്റ് നെയിം ജസ്റ്റ് ടെസ്റ്റ് എന്ന് കൊടുക്കുന്നുണ്ട്, ടെസ്റ്റ്. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ എൻ്റർ കൊടുത്ത് പക്ഷെ എൻ്റർ കൊടുത്തതിൻ്റെ ശേഷം ഈ സ്വിച്ചിൻ്റെ ഹോസ്റ്റ് നെയിം സ്വിച്ച് 1 എന്ന് തന്നെ, പഴയ ഹോസ്റ്റ് നെയിം തന്നെ, ഈ പുതിയ ഹോസ്റ്റ് നെയിമിലേക്ക് മാറിയിട്ടില്ല. അപ്പോൾ ഈ ടെസ്റ്റ് എന്ന് പറയുന്ന ഇപ്പോൾ പുതിയതായിട്ട് കൊടുത്ത ഹോസ്റ്റ് നെയിം ഇപ്പോൾ കാൻഡിഡേറ്റ് കോൺഫിഗറേഷൻ ആയിട്ടാണ് നിൽക്കുന്നത്. അത് ആക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ ഒരു കമ്മിറ്റ് കൊടുക്കണം അവിടെ. ഇപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഷോ പൈപ്പ് കമ്പയർ. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം ഒരു പ്ലസ് സിമ്പിൾ, അതിൻ്റെ കൂടെ തന്നെ ഹോസ്റ്റ് നെയിം ടെസ്റ്റ്. അപ്പോൾ ഈ പ്ലസ് എന്ന് പറഞ്ഞാൽ അടുത്ത കമ്മിറ്റോട് കൂടി ആക്റ്റീവ് ആവാനുള്ള കോൺഫിഗറേഷനാണ് ഈ പ്ലസ് സിമ്പിൾ കാണിക്കുന്നത്. ഓക്കെ, പിന്നെ ഒരു കമ്മിറ്റ് കൊടുക്കാം, കമ്മിറ്റ്. ഇപ്പോൾ ഇത് കാൻഡിഡേറ്റ് കോൺഫിഗറേഷനായിട്ടാണ് നിൽക്കുന്നത് കറൻ്റ്ലി. അപ്പോൾ ഞാനൊരു കമ്മിറ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കമ്മിറ്റ് സക്സീഡ്, കമ്മിറ്റ് കംപ്ലീറ്റ്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം ഈ ഡിവൈസിൻ്റെ ഇപ്പോഴുള്ള പേര് ടെസ്റ്റ് എന്നാണ്, അതായത് സ്വിച്ച് 1 എന്ന് മാറിയിട്ട് ടെസ്റ്റ് എന്നായി. ഇപ്പോൾ സെയിം കമാൻഡ് ഒന്നുകൂടെ ടൈപ്പ് ചെയ്ത് നോക്കാം, ഷോ പൈപ്പ് കമ്പയർ. ഇപ്പോൾ ഇവിടെ ഒന്നും കാണിക്കുന്നില്ല, അതായത് കറൻ്റ്ലി കാൻഡിഡേറ്റ് കോൺഫിഗറേഷൻ ആയിട്ട് ഒന്നും നിൽക്കുന്നില്ല, എല്ലാം ആക്റ്റീവ് കോൺഫിഗറേഷനിലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ജുനിപ്പർ ഡിവൈസിലെ ആക്റ്റീവും കാൻഡിഡേറ്റും.